അമേരിക്കയുടെ പ്രതിരോധ മേഖലയിൽ ചില നിർണായക നീക്കങ്ങൾ കൂടി നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്. ഇസ്രായേലുമായി 7,400 കോടി ഡോളറിന്റെ ആയുധ ഇടപാടിനാണ് അമേരിക്ക ഒരുങ്ങുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യം ഔദ്യോഗികമായി അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ആയുധ ഇടപാട്. ഐസൺ ജോസ് ചേർന്നുണ്ട്. ഒരിക്കൽ കൂടി ഐസൺ, അമേരിക്കയുടെ പ്രതിരോധ ശക്തി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഒപ്പം ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ സന്ദർശനം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങൾ നൽകുക എന്നൊരു തീരുമാനം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അനൌദ്യോഗികമായെങ്കിലും ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും അത്തരത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടൺ സന്ദർശിച്ച വേളയിൽ ആ സംയുക്ത പ്രസ്താവനയിൽ ട്രംപ് വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വൻ ആയുധ ഇടപാടുകൾ നടത്തുന്ന ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഔദ്യോഗികമായി ഈ നടപടിക്രമങ്ങൾക്ക് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമുണ്ട്, അമേരിക്കയിലെ പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമുണ്ട്. ഈ അംഗീകാരത്തിന് വേണ്ടി കോൺഗ്രസിനെ ഇത് നോട്ടിഫൈ ചെയ്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 3000-ലേറെ അത്യാധുനിക മിസൈലുകൾ ഉൾപ്പെടെ ഇസ്രായേലിന് നൽകുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൻതോതിൽ ഇസ്രായേലിനെ ശക്തമാക്കാനും നേരത്തെ ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഹൂതി വിമതരും അതുപോലെ തന്നെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഹമാസ് ഒരു തരത്തിലും ഇനി ഗാസയിൽ അധികാരത്തിൽ വരരുത് അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരരുത് എന്ന നിലപാടെല്ലാം തന്നെ ഇവരുടെ ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ളൊരു നീക്കമാണ് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 7ഓളം ഭീകര സ്വഭാവമുള്ള സംഘടനകൾ വലയം ചെയ്ത ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ആ ഒരു ഭീകര അന്തരീക്ഷത്തിൽ നിന്നും കൃത്യമായി സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു അവകാശത്തെ കൃത്യമായി നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കുകയും അതിനനുസരിച്ച് ആയുധ ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 7,400 കോടി ഡോളറിന്റെ വമ്പൻ ആയുധ ഇടപാടാണ് നടക്കാനിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിഷ്ണു, ശരി. ഐസൺ ജോസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.